ദുബായിൽ നടന്ന വേൾഡ് മലയാളി കൌൺസിലിന്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും CPM സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ചത്. വിദ്യാസമ്പന്നരുടെ തൊഴിലില്ലായ്മ ഇപ്പോൾ കേരളത്തിന് കീറാമുട്ടിയാണെങ്കിലും 20 വർഷം കൊണ്ട് ഇത് പരിഹരിക്കും. നിങ്ങളിപ്പോഴും കേരളത്തിലെ തൊഴിലില്ലായ്മയെ പറ്റി പർവ്വതീകരിച്ചൊന്നും കാണുന്നില്ല. തൊഴിൽ അന്വേഷിച്ച് എനിക്ക് നിർബന്ധം തൊഴിൽ വേണം എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നവരുടെ എണ്ണം ഒരു 10-29 ലക്ഷം വരും. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആ ഏജ് ഗ്രൂപ്പിൽ ഒരു 29 ലക്ഷം വരും കേരളത്തിൽ. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ് ഇതിന്റെ കൃത്യമായ കണക്കെടുത്തിട്ടുള്ളത്. ഈ വളർച്ച ഇനി ഇതേ ദിശയിൽ ഒരു പുതിയ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു 20 വർഷം കൊണ്ട് 400-420 വർഷം കൊണ്ട് നേടിയ ലോക വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് കേരളത്തെ ഉയർത്താനാവും എന്നുള്ളതാണ് ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ പ്രത്യേകത. കേരളത്തിന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതിനേക്കാൾ വലിയ സംഭാവന പ്രവാസികൾ നൽകുന്നുണ്ട്. സംരംഭങ്ങൾ തുടങ്ങാൻ കേരളത്തെ പ്രവാസികൾ തെരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വേൾഡ് മലയാളി കൌൺസിലിന്റെയും കേരള നോളജ് ഇക്കണോമി മിഷന്റെയും സംയുക്ത പ്രവർത്തനങ്ങൾക്ക് സമ്മേളനത്തിൽ തുടക്കം കുറിച്ചു. WMC മിഡിൽ ഈസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസേനൻ അധ്യക്ഷനായിരുന്നു. CDAC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ കേരള നോളജ് എക്കണോമി മിഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി, ഗുഡ്വിൽ അംബാസിഡർ NM പണിക്കർ, WMC ഭാരവാഹികളായ ഡോക്ടർ ജെറോം വർഗീസ്, മനോജ് മാത്യു, ഷാജി DR, ഡയസ് ഇടിക്കുള, ബിജു സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. WMC മിഡിൽ ഈസ്റ്റ് റീജിയണിലെ വിവിധ പ്രൊവിൻസുകളിൽ നിന്നുള്ളവരുടെ കലാപരിപാടികളും അരങ്ങേറി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.